നമ്മുടെ ജീവിതയാത്രയിൽ പലപ്പോഴും പല രൂപത്തിലുള്ള ആൾക്കാരെ നമ്മൾ കാണാറുണ്ട്. സുഹൃത്തുക്കളിലായാലും ബന്ധങ്ങളിലായാലും നമുക്ക് ഏറ്റവും അടുത്ത ബന്ധപ്പെട്ടവർ ആരിൽ തന്നെയായാലും അത് പലരും പല വ്യത്യസ്തമായ സ്വഭാവങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ എന്നാൽ ചില മനുഷ്യർ നമുക്കിടയിലുണ്ട്. അത് എനിക്കും നിങ്ങൾക്കൊക്കെ അനുഭവത്തിലുണ്ടാകും. നമ്മുടെ മുമ്പിൽ നല്ല പുറം കാഴ്ചയിൽ വളരെ മാന്യമായിരിക്കും. നമ്മൾ നല്ല പറയും, നമ്മുടെ മുമ്പിൽ വളരെ നല്ല വ്യക്തിത്വങ്ങളായി മാറി നിൽക്കുന്ന ആൾക്കാരായിരിക്കും. പക്ഷേ നമ്മുടെ കണ്ണുകൂടി തെറ്റിക്കഴിഞ്ഞാൽ അപ്പുറം പോയിട്ട് നമ്മുടെ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും ന്യൂനതകളും ഒക്കെ പറയും, അല്ലേ? നമ്മളതിന് മലയാളത്തിൽ നമ്മൾ പറയുന്നൊരു ഭാഷയുണ്ട്, ഇരട്ടമുഖം, അല്ലേ? ഡബിൾ മുഖം, ഡബിൾ സ്വഭാവം കാണിക്കുന്ന ആൾക്കാർ, ഇരട്ടമുഖം. അത് നമ്മുടെ മുമ്പിലെത്തുമ്പോൾ വളരെ നല്ലതാണ്, അല്ലേ? കണ്ടതിനാൽ നമ്മൾ സംസാരവും കാര്യങ്ങളൊക്കെ കണ്ടതിനാൽ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ കണ്ണ് തെറ്റുമ്പോൾ എല്ലാ കുറ്റങ്ങളും. ഇങ്ങനെയുള്ളവരുടെ പ്രശ്നം അറിയൂ, ഇവർ ഇതേ രീതി പറയുന്ന വ്യക്തിയെക്കുറിച്ചും കാണിക്കും. വളരെ മോശപ്പെട്ട സ്വഭാവമാണ്. പുണ്യപ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസുണ്ട്, ഇന്ന മിൻ ശർരി നാസി ഇൻദല്ലാഹ് യൗമൽ ഖിയാമത്തി ദുൽ വജ്ഹൈനി. ഇരട്ടത്താപ്പിൻ്റെ മുഖമുള്ളവർ ജനങ്ങളിൽ ഏറ്റവും, അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും വെറുക്കപ്പെട്ടവൻ, റബ്ബിനെ ഏറ്റവും കണ്ടുകൂടാത്തൊരു വ്യക്തി അല്ലെങ്കിൽ ഒരാൾ എന്ന് പറയുന്നത് ഈ സ്വഭാവം കാണിക്കുന്നവനാണ് എന്ന് പരിശുദ്ധ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. പലപ്പോഴും നമ്മുടെയൊക്കെ അനുഭവങ്ങളിൽ ഉണ്ടാവും. പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും പല സമൂഹങ്ങളിൽ പല ആളുമായി ബന്ധപ്പെടുന്നവരാണ്. ഇത്തരക്കാരെ കാണുമ്പോൾ നെഗറ്റീവ് കാണുന്ന മനുഷ്യന്മാർ, അവർ നമുക്ക് തിരുത്താൻ പറ്റില്ല. കാരണം അവരുടെ ജീവിതത്തിൽ ലയിച്ചു പോയെങ്കിൽ അവരുടെ സ്വഭാവത്തിൽ ലയിച്ചു പോയ ഒരു സംഗതിയായിരിക്കും. അധികം ആൾക്കാർ മാറ്റാൻ ശ്രമിച്ചാലും ചിലത് മാറ്റപ്പെടാൻ വലിയ പ്രയാസമായിരിക്കും. അതങ്ങനെ ശീലമായതുകൊണ്ടാണ് ഏറ്റവും നല്ലത് അങ്ങനെയുള്ളവരുടെ ആരെയും വെറുപ്പിക്കാത്ത രൂപത്തിൽ അവരെയും നമ്മുടെ കൂട്ടത്തിൽ കൊണ്ടുപോയി പലപ്പോഴും അങ്ങനെയുള്ളവരോട് നമ്മൾ രഹസ്യങ്ങൾ പറയാതിരിക്കുക, നമ്മുടെ ജീവിതവുമായി ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ അങ്ങനെയുള്ളവരുമായി ഷെയർ ചെയ്യാതിരിക്കുക എന്നാണ് ഏറ്റവും നല്ലത്. അപ്പോൾ വെറുപ്പിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ അങ്ങനെയുള്ള പല ആളുകളുമായി ഇടപഴകുന്നവരാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ ഏറ്റവും വെറുക്കപ്പെട്ടവരാണ് എന്നതാണ് എൻ്റെ വിഷയം. നമ്മളങ്ങനെ ആവാതിരിക്കുക ഇൻഷാ അല്ലാഹ്.